സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 10, 41, 42 തിരുവചനങ്ങൾ. കർത്താവ് അവളോട്, മാർത്തായേ, മാർത്തായേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം വിശേഷ്യ 38 മുതൽ 42 വരെ നാം വായിച്ചാൽ അതിൽ അവസാനത്തെ 2 വചനങ്ങളാണ് നാം വായിച്ചു കേട്ടത്. യേശു ഒരു ഗ്രാമത്തിൽ, അഥവാ മറ്റൊരു സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് ബേഥാന്യ എന്ന് പറയുന്ന ഗ്രാമത്തിൽ മാർത്ത, മറിയ എന്നീ സഹോദരിമാരുടെ ഭവനത്തിൽ കടന്നുപോയപ്പോൾ അവിടെ ഉണ്ടായ അനുഭവമാണ് നാം കാണുക. ഇത് നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. 3 പേർ മാത്രമുള്ള ഒരു ഭവനമാണ് ബേഥാന്യയിലെ മാർത്ത, മറിയ, ലാസർ എന്നിവരുടെ ഭവനം. യേശു അന്ന് അവിടെ പോകുമ്പോൾ ലാസർ അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ ജോലിക്കോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോയിരിക്കും. അവിടെ ഉണ്ടായിരുന്നത് മാർത്തയും മറിയയും എന്നീ സഹോദരങ്ങളാണ്. യേശു ആ വീട്ടിൽ ചെന്ന ആ സമയം മുതൽ മറിയ യേശുവിൻ്റെ പാദപീഠത്തിലിരുന്ന് യേശുവിൻ്റെ തെരുവായി മൊഴി ശ്രവിക്കുകയാണ്. എന്നാൽ മാർത്തയോ ഓടി നടന്ന് ആ ഭവനത്തിലെ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ്. എന്നിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്ന് മറിയെപ്പറ്റി കുറ്റം പറയുകയാണ്. ഇവൾ ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുവാൻ എന്നെ തനിച്ചു വിട്ടിരിക്കുകയാണ്, അഥവാ ഇവൾ ഈ വീട്ടിലെ ജോലിയിൽ എന്നെ സഹായിക്കുന്നില്ല, എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്നാണ് യേശുവിനോട് മാർത്ത പറയുന്നത്. അതിന് മറുപടിയായിട്ടാണ് യേശു പറയുന്നത്, മാർത്തേ, നീ പല കാര്യങ്ങൾ, പല വിചാരങ്ങൾ കൊണ്ട് മനം കലങ്ങിയിരിക്കുകയാണ്. വിചാരപ്പെടലിനാൽ നീ ഭാരപ്പെടുകയാണ്. എന്നാൽ എന്താണോ ആവശ്യമായിരിക്കുന്നത് നല്ല അംശം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ആ വീട്ടിലെ ജോലികൾ ചെയ്യരുത് എന്നല്ല അതിനർത്ഥം. അനാവശ്യമായ വിചാരപ്പെടലുകൾ, മനം കലക്കൽ, സഹോദരിയെ കുറ്റപ്പെടുത്തൽ, ഇതിനെയൊക്കെയാണ് യേശു വിമർശിക്കുന്നത്. ശേഷം മറിയെ യേശു പുകഴ്ത്തുകയാണ്. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. മറിയ തിരഞ്ഞെടുത്ത നല്ല അംശം എന്താണ്? അത് ഈ ലോകത്തിലെ കഷ്ടതയുടെ മധ്യേ, ഭാരങ്ങളുടെ മധ്യേ, ജോലിയുടെ മധ്യേ, വിവിധ പ്രശ്നങ്ങളുടെ മധ്യേ അല്പസമയം ദൈവം മുമ്പിൽ ഇരിക്കുക, ദൈവവചനം കേൾക്കുക എന്നുള്ളതാണ്. ആ നല്ല അംശമാണ് മറിയ തിരഞ്ഞെടുത്തത്. അതിനെയാണ് ദൈവം അഥവാ യേശു പുകഴ്ത്തിയത്. നമുക്കും ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നത് ഇതുതന്നെയാണ്. അനേക ഭാരങ്ങളുടെ മധ്യേ, അനേക ഉത്തരവാദിത്വങ്ങളുടെ മധ്യേ, കടമകളുടെ മധ്യേ, കഠിനാധ്വാനങ്ങളുടെ മധ്യേ പലപ്പോഴും നാം യേശുവിൻ്റെ മുമ്പിലിരുന്ന് അല്പസമയം തിരുവചനം കേൾക്കുവാൻ മറന്നുപോകുന്നു, അഥവാ നാം മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ മാർത്തയെപ്പോലെ നമുക്ക്
വിചാരപ്പെടലും മനം കലങ്ങിയ അവസ്ഥയും കൊണ്ട് നാം ഭാരപ്പെടുന്നു. എന്താണ് ആവശ്യമായിരിക്കുന്നത്? മറിയെപ്പോലെ ഓരോ ദിവസവും അല്പസമയം കർത്താവിൻ്റെ തിരുവചനം കേൾക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. ആമേൻ.